ഹായ്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഓണ്ടർപ്രണറാണ് കിട്ടിയിട്ടുള്ളത്. മാത്യു സാറിനെയാണ് കിട്ടിയിട്ടുള്ളത് ഫ്രഷ് ടു ഹോമിന്റെ. അപ്പോ ഇവർ എന്ത് പ്രോബ്ലം ആണ് ഫ്രഷ് ടു ഹോം സോൾവ് ചെയ്യുന്നുള്ളത് നമുക്ക് ചോദിക്കാം. എന്ത് പ്രോബ്ലം ആണ് നിങ്ങൾ സോൾവ് ചെയ്യുന്നത്? ഞങ്ങൾ ഫസ്റ്റിലെ സോൾവ് ചെയ്തത് ഉം. നമ്മുടെ ഇന്ത്യയിൽ ഉം. അന്ന് 1 കിലോ മീൻ വാങ്ങണമെങ്കിൽ ഉം. ഒന്നുകിൽ കടപ്പുറത്ത് പോകണം, ഉം. അല്ലെങ്കിൽ ഏതെങ്കിലും മാർക്കറ്റിൽ പോകണം. ഉം. അതുമല്ലെങ്കിൽ ഡെയിലി വരുന്ന ആരുടെങ്കിലും. പക്ഷെ ആ വരുന്നവരൊന്നും നാളെ അതിന് എന്തെങ്കിലും ക്വാളിറ്റി എന്തെങ്കിലും ഒരു ആൻസറബിൾ അല്ല. പിന്നെ അവരുടെ ഒരു ഡീലിംഗ് ഒന്നും ഒരു ഹൈജീനിക് ആയിരുന്നില്ല. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന യാതൊരുവിധ കെമിക്കൽസും ഇല്ലാത്ത, യാതൊരുവിധ ആന്റിബയോട്ടിക്കും ചേർക്കാത്ത ഫ്രഷ് മീനും ഫ്രഷ് മീറ്റും ഞങ്ങൾ ഇന്ന് വാങ്ങാം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിന് ആൻസറബിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. കാരണം ഈ കേരളത്തിൽ പോലും 65% മീനുകളിൽ അമോണിയ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ അമോണിയയ്ക്ക് പുറമെ ഫോർമലിൻ വരെ ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് അതൊന്നും ഇല്ലാത്ത ഭക്ഷ്യയോഗ്യമായ മീനും മീറ്റും ഞങ്ങൾ തരാൻ നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഫ്രഷ് ടു ഹോം വളർന്നത്. അടിപൊളി. ഇപ്പൊ മാത്യു സാറിന് ഇപ്പൊ ഞങ്ങളൊക്കെ അറിയാം. ഫ്രഷ് ടു ഹോം ഇനീഷ്യൽ സ്റ്റേജിൽ എങ്ങനെയാണ് ഫ്രഷ് ടു ഹോം എന്നുള്ള ആ ബ്രാൻഡിനെ നിങ്ങളെ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചതെന്നുള്ള ആ മാർക്കറ്റിംഗ് ആക്ടിവിറ്റിനെ പറ്റിയിട്ട് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ഫ്രഷ് ടു ഹോമിന് മുമ്പ് ഞാൻ ഒറ്റയ്ക്ക് തുടങ്ങിയ ഒരു കമ്പനിയുണ്ട്, സീറ്റ് ഹോം. കടലിൽ നിന്ന് വീട്ടിലേക്ക്, അന്ന് മീൻ മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് ഷാൻ കടവിലും എന്റെ ബാക്കി പാർട്ണേഴ്സ് എല്ലാം ഞങ്ങൾ വന്നിട്ടാണ് ഞങ്ങൾ അതിനെ എടുത്ത് മാറ്റിയിട്ട് ഫ്രഷ് കൊണ്ട് വെച്ചത്. അവിടെ മീറ്റൊക്കെ ഉൾപ്പെടുത്തിയത്. സീറ്റ് ഹോം ആയിരുന്നപ്പോൾ തന്നെ നമ്മളൊരു പുതിയ വെഞ്ചറും പുതിയൊരു ഐഡിയയും ഇന്ത്യയിലായിരുന്നത് കൊണ്ട് ഇന്ത്യയിലെ പല മാഗസിൻസും പത്രങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ പരസ്യം കൊടുക്കാണ്ട് തന്നെ ആൾക്കാർ നമ്മൾ അറിയാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് പിന്നെ ഞങ്ങൾ ഫ്രഷ് ടു ഹോമിലേക്കായി. അപ്പോൾ വീണ്ടും വാർത്തകളിലൂടെയാണ് ആദ്യം കയറി വന്നത്. പിന്നെ ഞങ്ങൾ മാർക്കറ്റിങ്ങിന് വേണ്ടി പണം മുടക്കി. അപ്പോൾ ഞങ്ങൾ പണം മുടക്കാവുന്ന ഒരു അവസ്ഥയിലായി. അപ്പൊ ഞങ്ങൾ പണം മുടക്കി ആൾക്കാരിലേക്കാണ് ബ്രാൻഡ് എത്തിച്ചു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഫ്രഷ് ഹോം എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയുന്ന ഒരു അവസ്ഥയിലേക്കായി. ഓക്കെ. ഇപ്പോ അങ്ങനെയാണെങ്കിൽ വളർന്നു വരുന്ന പിന്നെ ഒരു 20 year old ഓണ്ടർപ്രണറിനോട് മാത്യു സാറിന് എന്ത് അഡ്വൈസാണ് കൊടുക്കാനുള്ളത്? നിങ്ങൾ ജീവിക്കുന്നത് ഇന്ത്യ എന്ന ഒരു വലിയ മാർക്കറ്റിലാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്തിനോടാണോ ഇഷ്ടം, എനിക്ക് മീനോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനിത് കൊണ്ടുവന്നത്. അതുപോലെ ഏത് വസ്തുവിനോടാണോ അല്ലെ ഏത് സർവീസിനോടാണോ നിങ്ങൾക്ക് ഇഷ്ടം, അത് വളരെ ഗംഭീരമായി വിജയിക്കാനുള്ള വലിയൊരു മാർക്കറ്റ് നമ്മുടെ മുമ്പിലുണ്ട്. അതിനെ നിങ്ങൾ ഉപയോഗിക്കണം, സിസ്റ്റമാറ്റിക്കായി ഉപയോഗിക്കണം, പ്രൊഫഷണലായി നിങ്ങൾ അപ്രോച്ച് ചെയ്യണം. അങ്ങനെ സിസ്റ്റമാറ്റിക്കായി പ്രൊഫഷണലായി അപ്രോച്ച് ചെയ്താൽ ഇന്ത്യയിൽ എന്തിനേയും നമുക്ക് വലിയ ബിസിനസ്സാക്കി മാറ്റാനുള്ള സാധ്യതയുന്നുണ്ട്. അതിനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നാണ് എൻ്റെ യൂത്തിനോട് എനിക്ക് പറയാനുള്ളത്. താങ്ക്